കടബാധ്യത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് വീണ്ടും സാമ്പത്തിക പിന്തുണയുമായി സൗദി അറേബ്യ. $300 കോടി അധിക നിക്ഷേപം കൂടി സൗദി അറേബ്യ പാകിസ്ഥാന് അനുവദിച്ചു. കടബാധ്യത തിരിച്ചടവിന് സാമ്പത്തികമായി വലയുന്ന പാകിസ്ഥാന് ഏറെ സഹായകരമാണ് സൗദിയുടെ നിക്ഷേപം. റിയാദ് $300 കോടി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ നൽകിയിരുന്ന $500 കോടി തിരിച്ചടവ് കാലാവധി നീട്ടാനും സൗദി തയ്യാറായിട്ടുണ്ടെന്ന് പാക് ധനമന്ത്രി അറിയിച്ചു. വാഷിംഗ്ടൺ DC-യിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം സൗദിയുടെ പിന്തുണയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഇക്കാര്യം സൗദി അറേബ്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ കടബാധ്യത തിരിച്ചടവിനായി പിന്തുണയെന്നോണം $300 കോടി നിക്ഷേപിക്കാൻ സൗദി അറേബ്യ സമ്മതിച്ചിട്ടുണ്ടെന്ന് സൗദി ധനമന്ത്രാലയ വക്താവിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. UAE-യിൽ നിന്ന് കടമെടുത്ത പണം തിരിച്ചടയ്ക്കാനുള്ള കാലാവധി അടുത്തിരുന്നു. കാലാവധി നീട്ടിത്തരണമെന്ന പാക് ആവശ്യം UAE അംഗീകരിച്ചിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US-ഇറാൻ ചർച്ചകൾക്ക് ആതിഥേയത്വം വച്ച ഇസ്ലാമാബാദിലെ ഹോട്ടലിലെ ബിൽ തുക അടയ്ക്കുന്നതിൽ പാകിസ്ഥാൻ സർക്കാരിന് സാധിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിലാണ് നിർണായക ചർച്ചകൾ നടന്നത്. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തിയിരുന്നു. ഈ സംഘങ്ങൾ ചർച്ച നടത്തിയ സെറീന ഹോട്ടലിന്റെ കുടിശ്ശിക തീർക്കുന്നതിലാണ് പാക് സർക്കാർ പരാജയപ്പെട്ടത്. ഏപ്രിൽ 10-നും 12-നും ഇടയിൽ ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല US-ഇറാൻ ചർച്ചകൾ നടന്നത് ഇസ്ലാമാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീനയിൽ വെച്ചാണ്. ചർച്ചകൾ വേണ്ട ഫലം കാണാതെ വന്നതോടെ US-ഇറാൻ പ്രതിനിധികൾ തിരികെ മടങ്ങി. എന്നാൽ ഈ ദിവസങ്ങളിലെ ഹോട്ടൽ ബില്ലുകൾ നൽകാൻ പാക് സർക്കാരിന് സാധിച്ചില്ല എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ സർക്കാർ മുൻകൈയെടുത്താണ് US-ഇറാൻ ചർച്ചകൾക്ക് ഇസ്ലാമാബാദിനെ വേദിയാക്കിയത്. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഹോട്ടലിന്റെ ഉടമ ഇടപെട്ട് ചെലവുകൾ തീർക്കാൻ നിർബന്ധിതനാകുന്ന ഘട്ടത്തിലേക്ക് സാഹചര്യം വഷളായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോട്ടലുടമ ഇടപെട്ട് ബിൽ അടയ്ക്കാൻ സർക്കാരിനെ നിർബന്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളായി. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നിർണായക ചർച്ചയ്ക്ക് ആതിഥേയത്വം വച്ച രാജ്യത്തിന് ഹോട്ടൽ ബിൽ പോലും അടയ്ക്കാൻ സാധിക്കാത്തത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെയും വിശ്വാസ്യതയെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയരാൻ കാരണമായി. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വിശ്വസനീയമായ ഒരു ഇടനിലക്കാരനായി മാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ചർച്ചയുടെ ആതിഥേയത്വം ഏറ്റെടുത്തത്. ചർച്ചകൾ നടത്തുന്നതിനായി സെറീന ഹോട്ടലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ വെറും ദിവസങ്ങൾ മാത്രം ചർച്ചകൾ നടന്ന ഹോട്ടലിലെ ബില്ലടയ്ക്കാൻ പാക് സർക്കാർ പരാജയപ്പെട്ടു. ഈ സാഹചര്യം പാക് സർക്കാരിനെ നയതന്ത്ര അഭിലാഷങ്ങളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വ്യക്തമാക്കുന്ന അവസ്ഥയുണ്ടാക്കി. പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധിയുടെ നിരീക്ഷണത്തിൽ തുടരുകയും നിരന്തരമായ സാമ്പത്തിക സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ പുതിയ നാണക്കേട്. രാജ്യത്തെ പണപ്പെരുപ്പം 7 മുതൽ 9% ഉയർന്നതിനാൽ രാജ്യം ഘടനാപരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നത് തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഹോട്ടൽ ബില്ലുകൾ അടയ്ക്കാത്ത സംഭവം ഒരു വലിയ പ്രതിസന്ധിയുടെ പ്രതീകമായി മാറി. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം ഏർപ്പെടുത്തുകയും ഇന്ധന നീക്കം തടയുകയും ചെയ്തതിന് പിന്നാലെ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്ന പ്രഖ്യാപനവും പാകിസ്ഥാൻ നടത്തി. ഇസ്ലാമാബാദിൽ വീണ്ടും ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുവാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനിന്റെ തുറമുഖങ്ങളിൽ US ഏർപ്പെടുത്തിയ ഉപരോധം പ്രാബല്യത്തിൽ വരുന്നതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തണമെന്ന ആവശ്യം ഇറാൻ അധികൃതർ മുന്നോട്ട് വച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആണവായുധ താൽപര്യം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഇറാനുള്ള മറുപടി എന്ന നിലയിലാണ് തന്ത്രപ്രധാന ചരക്ക് ഇടനാഴിയായ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് US നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 7:30-നാണ് ഉപരോധം നിലവിൽ വന്നത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള തീരപ്രദേശങ്ങളിലേക്കും തിരിച്ചു സഞ്ചരിക്കുന്ന കപ്പലുകളെ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റേതല്ലാത്ത തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ ഹോർമൂസ് വഴി കടത്തിവിടുമെന്നും സെൻകോം വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസ് പൂർണ്ണമായി ഇറാന്റെ നിയന്ത്രണത്തിൽ തുടരുമെന്നും സൈനികേതര കപ്പലുകൾ മാത്രമേ ഇതുവഴി കടത്തിവിടാൻ അനുവദിക്കുകയുള്ളൂവെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞു. ഏതെങ്കിലും പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.